ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബയോസ്പേസ്. ഇന്ന് നമുക്ക് ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്ന ടോപ്പിക് നോക്കാം. ഇതാണ് നമ്മുടെ 4 ചേമ്പർ ആയിട്ടുള്ള ഹാർട്ട് എന്ന് അസ്യൂം ചെയ്യാം. അതിൽ എന്തൊക്കെയുണ്ട്? ട്രൈക്കസ്പിഡ് വാൽവ് ഉണ്ട്, ബൈക്കസ്പിഡ് വാൽവ് ഓർ അതർവൈസ് കോൾഡ് മിട്രൽ വാൽവ്. ഇനി നമുക്ക് ഓർഗൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓർഗൻസിൽ നമുക്കറിയാം, ഓർഗൻസ് ആർ കമ്പോസ്ഡ് ഓഫ് ടിഷ്യൂസ് ആർ ഫർദർ കമ്പോസ്ഡ് ഓഫ് സെൽസ്, ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ്. അപ്പോൾ ഈ സെൽസിൽ മെറ്റബോളിസം എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കണമെങ്കിൽ വി റിക്വയർ ഓക്സിജൻ. അപ്പോൾ നമുക്ക് ഓക്സിജൻ കിട്ടുന്ന എവിടുന്ന? ബ്ലഡിൽ നിന്നാണ്. ഓക്കെ, ഇനി ഈ മെറ്റബോളിസത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ATP പ്രൊഡ്യൂസ് ചെയ്യും, അതേപോലെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ. ഈ ATP അഥവാ എനർജി യൂട്ടിലൈസ് ചെയ്തിട്ടാണ് നമ്മുടെ ബോഡിയിലെ ഫർദർ ഫങ്ഷനിങ്സ് എല്ലാം നടക്കുന്നത്. ഈ കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിലേക്ക് വരികയും വെന്യൂൾസ്, വെയിൻസ്, അതായത് കുറെ വെന്യൂൾസ് കൂടിച്ചേർന്ന് വെയിൻസ് ആവുന്നു. ആ വെയിൻസ് പിന്നെ ഫർദറായിട്ട് വെനക്കാവയാവുന്നു. അങ്ങനെ ഈ വെനക്കാവ വഴി എവിടെ എത്തുന്നു? നമ്മുടെ ബ്ലഡ്, ഡിയോക്സിനേറ്റഡ് ബ്ലഡ് നമ്മുടെ റൈറ്റ് ഏട്രിയത്തിൽ എത്തുന്നു. ഈ റൈറ്റ് ഏട്രിയത്തിൽ നിന്നും ട്രൈക്കസ്പിഡ് വാൽവ് വഴി അത് റൈറ്റ് വെൻട്രിക്കിളിൽ എത്തുന്നു. ഈ റൈറ്റ് വെൻട്രിക്കിളിൽ എത്തിയത് എന്താണ്? ഡിയോക്സിനേറ്റഡ് ബ്ലഡ് അല്ലേ. അപ്പോൾ നമുക്ക് അതിനെ പ്യൂരിഫൈ ചെയ്യണം. ഇനി റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും നമ്മുടെ ഈ ഡിയോക്സിനേറ്റഡ് ബ്ലഡ് പൾമണറി ആർട്ടറി വഴി, നമുക്കറിയാം ഓൾ ദി ആർട്ടറീസ് ക്യാരി ഓക്സിനേറ്റഡ് ബ്ലഡ് എക്സെപ്റ്റ് പൾമണറി ആർട്ടറി വിച്ച് ക്യാരീസ് ഡിയോക്സിനേറ്റഡ് ബ്ലഡ്. ഓക്കെ, അത് നോട്ട് ചെയ്യണം. പൾമണറി ആർട്ടറി നമ്മൾ എവിടെ എത്തുന്നു? ലങ്സിൽ എത്തുന്നു. ഈ ലങ്സിൽ എത്തിക്കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എക്സ്ചേഞ്ച് നടക്കുന്നു. അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ എങ്ങോട്ടേക്ക് വരുന്നു? നമ്മുടെ ലങ്സിലേക്ക് വരുന്നു. അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങോട്ടേക്ക് പോകുന്നു? അറ്റ്മോസ്ഫിയറിലേക്ക് തിരിച്ചു പോകുന്നു. ഓക്കെ, അങ്ങനെ എക്സ്ചേഞ്ചിന് ശേഷം പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് നമ്മുടെ എങ്ങോട്ടേക്ക് എത്തുന്നു? ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നു. അവിടുന്ന് ബൈക്കസ്പിഡ് വാൽവ് അഥവാ മിട്രൽ വാൽവ് വഴി അത് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് എത്തുന്നു. ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് നമുക്ക് ബോഡി പാർട്സിലേക്ക് കൊണ്ടുപോകണ്ടേ? അതാരെ കൊണ്ടുപോകുന്നത്? ലാർജസ്റ്റ് ആർട്ടറി കോൾഡ് അയോട്ട. അയോട്ട വഴി നമ്മുടെ ഓക്സിജനേറ്റഡ് ബ്ലഡ് എങ്ങോട്ടേക്ക് വരുന്നു? നമ്മുടെ സിസ്റ്റത്തിലേക്ക്, ഓർഗൻസിലേക്ക് വരുന്നു. അവിടെ ഫെർദർ സെൽസിലേക്ക് കയറണമെങ്കിൽ അത് മൈന്യൂട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. സോ കാപ്പിലറീസ് വഴിയാണ് കയറുന്നത്. സോ അതൊക്കെ എല്ലാവർക്കും അറിയാലോ. ഇനി നോക്കിയേ, നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുവരുന്നത് പൾമണറി വെയിൻ ആണ് കേട്ടോ. എല്ലാ വെയിൻസും ക്യാരി ചെയ്യുന്ന ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ആണ് എക്സെപ്റ്റ് പൾമണറി വെയിൻ വിച്ച് ക്യാരീസ് ഓക്സിനേറ്റഡ് ബ്ലഡ്. ഇനി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഹാർട്ടിലെ 2 തവണ ബ്ലഡ് എത്തുന്നുണ്ട്. ഇവിടെ ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ആയിട്ട്, ഇവിടെ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ഓക്സിനേറ്റഡ് ബ്ലഡ് ആയിട്ട് എത്തുന്നുണ്ട്. സോ പെർ സൈക്കിൾ 2 തവണ ഇവിടെ ബ്ലഡ് എത്തുന്നുണ്ട് ഹാർട്ടിൽ. സോ കോൾഡ് ഡബിൾ സർക്കുലേഷൻ. ഇനി ഈ ഹാർട്ടും ലങ്സും തമ്മിലുള്ള ഒരു എക്സ്ചേഞ്ച് നമുക്ക് എന്തെന്ന് പറയുന്നത് വെച്ചാൽ പൾമണറി സർക്കുലേഷൻ എന്ന് പറയുന്നു. നമ്മുടെ ഹാർട്ടും സിസ്റ്റവും തമ്മിലുള്ള ആ ഒരു സർക്കുലേഷൻ നമ്മൾ എന്തെന്ന് പറയുന്നു? സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുന്നു. ഇത്രേ ഉള്ളൂ നമ്മുടെ ഡബിൾ സർക്കുലേഷൻ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.